അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത്രയും നാളും നമ്മളൊരു വേൾഡ് വാർ ലൈക്ക് സിറ്റുവേഷൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇനി ഒരു വേൾഡ് വാർ ലൈക്ക് സിറ്റുവേഷൻ ആകാനുള്ള ചാൻസസ് അധികമായിട്ടുള്ള ഒരു സംഭവത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നാൾ പറഞ്ഞത് ഇറാൻ, ഇസ്രയേൽ, USA തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്, ഭയങ്കര ക്രിട്ടിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നം കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ക്യൂബയിൽ ഉള്ള പ്രശ്നം കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഇതിൽ അറിയാത്തവർക്ക് ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. ഇത് പ്രശ്നം തുടങ്ങുന്നത് ആക്ച്വലി വെനസ്വേലയിൽ നിന്നാണ്. അപ്പം നമുക്കറിയാം, വെനസ്വേല ജനുവരി US ടേക്ക് ഓവർ ചെയ്യുകയും അവിടുത്തെ പെട്രോളിയം എല്ലാം US സപ്ലൈസിന് വേണ്ടി ആഡ് ഓൺ ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ ഇനി അത് സെയിൽ ചെയ്യുന്നതെല്ലാം US ഡയറക്റ്റ്ലി ആയിരിക്കും. അതേസമയത്ത് US ചെയ്തൊരു കാര്യമുണ്ട്, അതായത് ക്യൂബയ്ക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ സപ്ലൈസ് കിട്ടിക്കൊണ്ടിരുന്നത് വെനസ്വേലയിൽ നിന്നായിരുന്നു. അത് ഫുള്ള് അവരങ്ങ് ഡിസ്കണക്ട് ചെയ്യുകയാണ്. ഇനി മുതൽ അങ്ങനെ ഒരു ഡീല് വേണ്ട എന്ന് പറഞ്ഞ് അവരത് മൊത്തം എടുത്ത് കളയുകയാണ്. ക്യൂബയിലേക്ക് ഒരു സപ്ലൈസും പോകത്തില്ല വെനസ്വേലയിൽ നിന്ന് പറഞ്ഞ് ട്രംപ് എല്ലാം കൂടെ നിർത്തി വയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവിടത്തേക്ക് വേറൊരു രാജ്യത്തിന് സപ്ലൈയും കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് അവർ മാറ്റിയെടുത്തു. എന്നിട്ട് US നേവീനെ ക്യൂബയുടെ 4 ചുറ്റും അങ്ങ് നിർത്തിയിട്ടുണ്ട്. അതായത് ആര് വന്നാലും തിരിച്ച് അവരെ പറഞ്ഞു വിടാൻ, ഒരു ഷിപ്പിനെ പോലും ക്യൂബയ്ക്ക് അടുത്തോട്ട് പോകാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. ആ സിറ്റുവേഷൻസ് വെക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം 3 മാസം അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നിങ്ങൾക്ക് കണ്ട ഈ ബാക്കിൽ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ക്യൂബയിൽ ഇലക്ട്രിസിറ്റി ഇല്ല, ഫുഡ് സപ്ലൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അങ്ങോട്ട് പോകുന്ന ക്രൂഡ് ഓയിൽ ഇല്ല. അങ്ങനെ വല്ലാത്തൊരു ദരിദ്രാവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് നമ്മുടെ റഷ്യയിൽ നിന്നും അനാട്ടോളി കൊളോഡിൻ എന്ന് പറയുന്ന ഒരു ഷിപ്പ് ഫെബ്രുവരി 28 അവിടെ നിന്ന് തിരിക്കുകയാണ്. അറൗണ്ട് ഒരു 700,000 to 750,000 ബാരൽസ് ക്രൂഡ് ഓയിലുമായിട്ടാണ് അവിടെ തിരിച്ചുള്ളത്. ഇത് റഷ്യയുടെ സ്വന്തം ഷിപ്പാണ്. അവിടുത്തെ റഷ്യ സ്വന്തം റിഫൈനറി, ഗവൺമെൻറ്റും കൂടെ നടത്തുന്ന റിഫൈനറിയിൽ നിന്ന് പോകുന്ന ഷിപ്പാണ്. അത് നേരെ നമ്മുടെ ക്യൂബയിലേക്ക് പോവുകയാണ്. അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത് ഞാൻ കാണിച്ച സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നോക്കി ഇന്ത്യയിൽ നിന്നാണ്, ഗുജറാത്ത് പോർട്ടിൽ നിന്നാണ് പോയിട്ടുള്ളത്. അത് ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പം ഇത് മാത്രമല്ല, സീ ഹോഴ്സ് എന്ന് പറയുന്ന വേറൊരു ഷിപ്പും ഹോങ്കോങ്ങിൽ നിന്ന് തിരിക്കുകയാണ്. അപ്പം ഈ പോകുന്ന വഴിക്ക് സീ ഹോഴ്സ് എന്ന് പറയുന്ന ഷിപ്പ് പകുതി വഴി എത്തിയപ്പോൾ അവർക്ക് കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ നേരെ അവിടെ നിന്ന് വെനസ്വേലയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇത് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ബാക്കിൽ കാണിച്ചിരിക്കാം. ഇത് marinetraffic.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലിങ്ക് വേണ്ടവർ എൻ്റെ അത് ചോദിച്ചാൽ മതി, ഞാൻ താഴെ ഇട്ടേക്കാം. വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യൂബയിലോട്ട് പോകുന്ന അനാട്ടോളി കൊളോഡ്കിൻ എന്ന് പറയുന്ന ഷിപ്പ് ഇപ്പോൾ ക്യൂബയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 28 എത്താനുള്ള ഷിപ്പായിരുന്നു. ആക്ച്വലി മാർച്ച് 28 എത്താനുള്ള ഷിപ്പായിരുന്നു. ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം ഡിലേ കാണിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു പറഞ്ഞ് 31 എത്തും എന്നുള്ള രീതിയിലിരിക്കുകയാണ്. ഈ ഷിപ്പ് അടുത്താലും പ്രശ്നമാണ്, അടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. ഷിപ്പിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. ഇതൊക്കെ ആലോചിക്കാം പുടിൻ പിന്നെ എന്തൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പം ഈ ഷിപ്പ് അടുക്കുകയാണെങ്കിൽ US വേണ്ടാത്ത പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അതിൽ. അപ്പം വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലാണിപ്പോൾ. നമുക്ക് പ്രാർത്ഥിക്കാം ഇതെങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്നുള്ളത്. അത് മാത്രമേ ഇപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നന്ദി. ഇതിൻ്റെ ഇടയിൽ കൂടെ 2-3 വൈറസൊക്കെ വരുന്നുണ്ടെന്നും, ഒരുപാട് പക്ഷിപ്പനി രീതിയിലുള്ള ഒരു വൈറസ് വരുന്നുണ്ടെന്നും, H15N1 എന്നൊരു വൈറസ് എന്നൊക്കെ പറയുന്നിട്ട് ഉള്ളതാണോ എന്നറിയില്ല, തപ്പി നോക്കേണ്ടി വരും. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.